ഹലോ എവ്രി വൺ. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന ഈ മെയിൻ കേക്ക് അല്ല അവർ കട്ട് ചെയ്യാൻ പോകുന്നത്, വരുന്നവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരു റെക്റ്റാങ്കിൾ കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നേ. അതാണ് കേട്ടോ ബർത്ത്ഡേക്ക് കട്ട് ചെയ്തത്. എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാവേ. നമ്മുടെ സിദ്ധു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അനു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഓർഡർ. ഒരു മാസം മുന്നേ തന്നെ വിളിച്ച് ഓർഡറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പമ്പൻ പ്ലാനിങ് ആയിരുന്നു കേട്ടോ ആൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ കേക്ക് 2 ടയർ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു റെക്റ്റാങ്കിൾ കേക്ക് കൂടി വേണം കേട്ടോ, അപ്പോൾ നമുക്ക് വരുന്നവർക്ക് അത് കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ, അതോടൊപ്പം കുറച്ച് കപ്പ് കേക്ക്സും. അങ്ങനെ ആ ഓർഡർ കൂടി നമ്മൾ എടുത്തു കേട്ടോ. അപ്പോൾ മെയിൻ കേക്കിലേക്ക് കുറച്ചധികം ഫോണ്ടൻ ഫിഗേഴ്സ് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കി റെഫറൻസ് പിക്ക് പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. റെക്റ്റാങ്കിൾ കേക്ക് ഞാൻ കട്ട് ചെയ്തില്ല കേട്ടോ, വരുന്നവരുടെ നമ്പർ അനുസരിച്ച് അവർ കട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ബാക്കി വന്ന ഫോണ്ടൻ ഫിഗേഴ്സൊക്കെ വെച്ച് കൊടുത്ത് ഞാനത് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തു. അത് ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് പിന്നീടാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ അവർ കറക്റ്റ് സമയത്തിന് തന്നെ കേക്ക് കളക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം തന്നെ കൊടുത്തു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനു എന്നെ വിളിച്ചേക്കാണ് കേട്ടോ. നമ്മുടെ മെയിൻ കേക്കിന് ഒരു ഡാമേജ് പറ്റി, അത് കൊണ്ടുവന്നാലൊന്ന് ഫിക്സ് ചെയ്ത് തരാമോ എന്നും ചോദിച്ചു. ഞാൻ ഇപ്പം തന്നെ ഫോട്ടോ അയച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കോൾ വെച്ചു. ആൾ നല്ല അപ്സെറ്റായിരുന്നു കേട്ടോ. ഞാനും നല്ലപോലെ ടെൻഷനായി. ഞാൻ തിരിച്ച് വിളിച്ചിട്ട് പിന്നെ ഫോൺ എടുത്തില്ല. പക്ഷെ അപ്പം തന്നെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഓക്കെയാണ്, ദീപ റെക്റ്റാങ്കിൾ കേക്ക് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ അത് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, മെയിൻ കേക്ക് കൊച്ചിന് സ്മാഷ് ചെയ്യാൻ കൊടുക്കുകയാണെന്ന്. അപ്പോഴേക്കും ആളുടെ സൗണ്ടൊക്കെ ക്ലിയർ ആയി കേട്ടോ. അപ്പോൾ അവർ ഹാപ്പി ആയപ്പോൾ ഞാനും ഹാപ്പിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫോർ നൗ.